അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയേറെ പ്രതിസന്ധിയിലാണ് ഇന്നത്തെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ പുതുതലമുറയെ പൂർണ്ണമായും ഒരു ഭാഗത്തുനിന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ലഹരി വേട്ടക്കാർ. നമുക്കൊരാൾക്കും അറിയുന്നില്ല ആരൊക്കെയാണ് ആ ഒരു വലയത്തിൽ പെട്ടിരിക്കുന്നത് എന്ന്. വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ട, ജാഗ്രത കാണിക്കേണ്ട സമയമാണിത്. ഈ സമയത്ത് രക്ഷിതാക്കളാകുന്ന പലരും കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന ആ ഒരു തത്വം സ്വീകരിക്കുകയാണ്. എൻ്റെ മകൻ അങ്ങനെയൊന്നുമല്ല, എൻ്റെ മകൻ അത്തരക്കാരനല്ല, എൻ്റെ മകൻ അത്തരത്തിലുള്ള കൂട്ടുകാരുമില്ല എന്ന വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് അതിങ്ങനെ നടിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവരൊക്കെയും ഇത്തരത്തിലുള്ള മാഫിയകളിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. പല വാർത്താമാധ്യമങ്ങളിലൂടെ കാണുകയാണ്, സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ചുറ്റുവട്ടങ്ങളിലായി പലതരത്തിലുള്ള റാക്കറ്റുകൾ, അത് ചെറിയ മുട്ടായിയിലും മറ്റു തരത്തിലുള്ള മധുര പലഹാരങ്ങളിലുമാക്കി കൊടുത്തുകൊണ്ട് അതിന് അഡിക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഒരു തരത്തിലുള്ള വേർതിരിവ് കാണിക്കാതെ അവരവരുടെ പ്രവർത്തനം വളരെ ജാഗ്രതയോടെ നടത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരോടും പറയും, എൻ്റെ മകൻ അത്തരക്കാരല്ല, എൻ്റെ മകൻ അതൊന്നും ഉപയോഗിക്കാറില്ല എന്ന വിശ്വാസമാണ് പലപ്പോഴും പല രക്ഷിതാക്കളെയും വെട്ടിലാക്കുന്നത്. വളരെയധികം സൂക്ഷിക്കുക. നാം സൂക്ഷിക്കണം, നമ്മുടെ മക്കളെ സംശയിക്കണം. എന്നാൽ ആ സംശയ കണ്ണുകൊണ്ട് കണ്ട് മക്കളെ പീഡിപ്പിക്കരുത്, മക്കളെ ബുദ്ധിമുട്ടിക്കരുത്, വിഷമിപ്പിക്കരുത്. അവരെ കൂട്ടുകൂടുക, അവരോടൊപ്പം സംസാരിക്കാൻ വേണ്ടി അവരോടൊപ്പം നമ്മൾ ഒരൽപ്പം സമയം ചെലവഴിക്കാൻ കണ്ടെത്തുക. വീട്ടിൽ വന്ന് കയറിയ മക്കള് ഒരു ഭാഗത്ത്, ഉമ്മ ഒരു ഭാഗത്ത്, ഉപ്പ ഒരു ഭാഗത്ത്, ഏട്ടനൊരു ഭാഗത്ത്, ഓരോരുത്തരും ഓരോ ഭാഗത്തായിട്ട് മൊബൈലിൽ കളിച്ചിരുന്നാൽ എവിടെയാണ് പരസ്പരമുള്ള സുഖവിവരങ്ങൾ അറിയുക, അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ്സ് അറിയുക, അവരുടെ പ്രവർത്തന മേഖലകൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതൊന്നും അറിയാതെ എൻ്റെ മോൻ അങ്ങനെ ചെയ്യുകയില്ല, അത്തരത്തിൽ എൻ്റെ മകൻ പോവുകയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ അവസാനം അത്തരത്തിലുള്ള റാക്കറ്റുകളുടെ വലയത്തിൽ പെട്ട് വളരെ പ്രതിസന്ധിയിലെത്തിയതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ചിട്ടുള്ള യാഥാർത്ഥ്യം മനസ്സിലായത് എങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ പ്രതി രക്ഷിതാക്കളായ നമ്മളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന തത്വം അങ്ങ് മാറ്റിവെക്കുക. സംശയിക്കേണ്ടടുത്ത് സംശയിക്കുക, ചെക്ക് ചെയ്യേണ്ടടുത്ത് ചെക്ക് ചെയ്യുക. എൻ്റെ മകൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന സമയം ഒരല്പം വൈകിയിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യതയോടുകൂടി ആ വിഷയം നമ്മൾ ചോദ്യം ചെയ്യണം. എൻ്റെ മകൻ സാധാരണയിൽ ഉള്ളതിനേക്കാൾ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ, അവന്റെ ഉറക്കിൽ എന്തെങ്കിലും സംശയം കണ്ടാൽ, അവന്റെ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് നമ്മൾ കണ്ടാൽ മനസ്സിലാക്കണം. അതിനെവിടെയാ നമുക്ക് സമയം? നമ്മളും മൊബൈലിലാണ്. അത് മാറ്റിവെക്കുക, മക്കളോടൊപ്പം സമയം ചെലവഴിക്കുക. നമ്മുടെ മക്കളുടെ ഓരോ മൂമെന്റും രക്ഷിതാക്കളായ നമ്മുടെ കണ്ണുകളിൽ തന്നെയാവണം. അവരെവിടെ പോയാലും, ഏത് കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടിയാലും, ഏതൊക്കെ രീതിയിലാണ് അവരൊക്കെയും നടക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവരൊക്കെയും സമയം ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ കൃത്യതയോടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറണം. ഇപ്പോൾ വെക്കേഷനാണ്, നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവേണ്ട സമയങ്ങൾ. ആ സമയത്ത് പരമാവധി മക്കളോടൊപ്പം സമയം ചെലവഴിക്കുക, അവരോടൊപ്പം സൗഹൃദമുണ്ടാക്കുക. എത്രയോ മക്കളുണ്ട് ഉപ്പമാരോട് ഉമ്മമാരോട് വളരെയധികം സൗഹൃദത്തിൽ പെരുമാറാൻ അവർക്ക് പേടിയാണ്. തിരിച്ചവരും അങ്ങനെ തന്നെയാ. അവർ പരസ്പരം ഒന്നും ചിരി തമാശകൾ ഒന്നും തന്നെ ഏർപ്പെടുന്നില്ല. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. മാറണം. എല്ലാം മാറി ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, കളി തമാശകളൊക്കെ പറയുക, സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. ഉപ്പ മകന്റെ കൂട്ടുകാരനായിട്ട് നിൽക്കേണ്ട സമയമുണ്ട്, ഉമ്മ മകളുടെ കൂട്ടുകാരിയായി നിൽക്കേണ്ട സമയമുണ്ട്. പല വിഷയങ്ങളും മക്കൾക്ക് മനസ്സു തുറന്ന് പറയാനുള്ള ധൈര്യം, ഉപ്പയോടും ഉമ്മയോടും പറയാനുള്ള ധൈര്യം മക്കൾക്ക് ഉണ്ടാവണം. അതിന് മക്കളും ഉപ്പയും ഉമ്മയും മക്കളും രക്ഷിതാക്കളും തമ്മിൽ നല്ല രീതിയിൽ അടുക്കണം. അങ്ങനെ അവരെ അടുത്തറിഞ്ഞ്
അവരുടെ മനസ്സറിഞ്ഞ് അവരെ ട്രീറ്റ് ചെയ്താൽ നാം പേടിക്കുന്ന ആ ഒരു ലഹരിയിലേക്കോ മറ്റു ദൂഷ്യ സ്വഭാവങ്ങളിലേക്കോ നമ്മുടെ മക്കൾ പോവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം കാക്കക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന തത്വം നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ മക്കളെയൊക്കെയും അത്തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.